ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഇതിൻ്റെ ഒരു വളരെ ബേസിക് ആയൊരു ഡിഫറൻസ് പഠിക്കാനും ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് പഠിക്കാനാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. വെരി ഫസ്റ്റ് നമുക്ക് കണ്ടക്ഷൻ കാണാം. കണ്ടക്ഷൻ, സോ വാട്ട് യു മീൻ ബൈ കണ്ടക്ഷൻ? കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ +2 മുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ദീസ് ആർ ആക്ച്വലി ഡിഫറെൻറ്റ് എനർജി ലെവൽസ്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു മെറ്റൽ എടുക്കാം, ലെറ്റ് ബി എനി മെറ്റൽ. ഒരു മെറ്റൽ എ എന്ന് ഞാൻ ഇതിനെ വിളിക്കുകയാണ്. ഈ ഒരു മെറ്റൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ മെറ്റലാണ്. ഇങ്ങനൊരു മെറ്റൽ ആക്ച്വലി നിലവിലില്ല. ഓക്കെ, സോ വിത്ത് ദിസ് മെറ്റൽ വി ആർ ഗോയിങ് ടു ലേൺ ദ ഫണ്ടമെന്റൽ ഐഡിയ ഓഫ് കണ്ടക്ഷൻ. നമുക്ക് കാണാൻ എന്താണെന്നുള്ളത്. ഇത് ഓരോ എനർജി ലെവൽസ് ആണ്. ലെറ്റ് ദിസ് ബി എനർജി ലെവൽ 1, ദിസ് ഇസ് എനർജി ലെവൽ 2. ഇതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള മോളിക്യൂൾസ് ഉണ്ട് അല്ലേ. ഇമാജിൻ ദാറ്റ് ദിസ് പർട്ടിക്കുലർ മെറ്റൽ ഈസ് ഹാവിങ് 1 electron ഹിയർ, ദർ ഇസ് അനദർ ഇലക്ട്രോൺ ഹിയർ, അനദർ ഇലക്ട്രോൺ ഹിയർ. ഇങ്ങനെ പല പല ഇലക്ട്രോൺസ് നമുക്ക് കാണാം. ഈ ഒരു ഇലക്ട്രോൺ, ഞാനിപ്പോൾ ഈ മാർക്കിൽ ഈ ഇലക്ട്രോൺ ഞാൻ കുറച്ച് ഹീറ്റ് കൊടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഐ എം ഗോയിങ് ടു ഗിവ് സം ഫയർ ഹിയർ. കുറച്ച് ഹീറ്റ് ഞാൻ അങ്ങോട്ട് ഇമ്പാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ഇമ്പാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഫോർ ഇലക്ട്രോൺ? ഇതൊരു ഫ്രീ ഇലക്ട്രോൺ ആണ്. ബിക്കോസ് നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 8 electrons. ഇവിടെ നമുക്ക് 8 electrons ഇല്ല. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇറ്റ് ഇസ് ഫ്രീ ടു മൂവ്, റൈറ്റ്? സോ ഒബ്വിയസ്ലി അത് എന്ത് ചെയ്യും? ആ പൊസിഷനിൽ നിൽക്കാതെ അത് എന്ത് ചെയ്യും? ഒബ്വിയസ്ലി അത് വേറൊരു പൊസിഷനിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം, റൈറ്റ്? സോ ഇങ്ങനെ ഒരു മെറ്റൽ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നിരിക്കട്ടെ, അതായത് ഫ്രീ ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ് എന്നിരിക്കട്ടെ. നമുക്കിനി ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് കാണാം. ഫണ്ടമെന്റലി നമുക്കറിയാം, ഏതൊരു മെറ്റലിനുള്ളിലോട്ട് നമ്മൾ കുറച്ച് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത്, ഇമാജിൻ ദാറ്റ് ഐ എം ഗോയിങ് ടു ഗിവ് ഹീറ്റ് ഹിയർ. ഈ ഫസ്റ്റ് ഇലക്ട്രോണ് ഞാൻ ഹീറ്റ് കൊടുക്കാൻ പോവാണ്. ദിസ് ഇസ് എ വെരി ക്ലോസ്ലി പാക്ഡ് സോളിഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇലക്ട്രോൺ നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഈ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഈ ഒരു മോളിക്യൂൾ, ലെറ്റ് us not consider it's an outermost shell, we can consider it's a molecule. ഈ ഒരു മോളിക്യൂളിന് ഞാൻ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഇമാജിൻ that I'm going to give a heat here. ഇതിന് ഞാൻ ഒരു മോളിക്യൂളിന് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ മോളിക്യൂളിന് അവിടെ മൂവ് ചെയ്യാൻ സാധിക്കുമോ? ഇൻ ദ കേസ് ഓഫ് സോളിഡ്സ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഞാൻ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ മോളിക്യൂളിന്റെ വട്ടത്തിലെല്ലാം നമുക്ക് ഡിഫറെന്റ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് ഒക്കെ കിടപ്പുണ്ടാവും അല്ലേ. സോ ഇറ്റ് കനോട്ട് ഫ്രീലി മൂവ്. സോ അതെന്തായിരിക്കും ചെയ്യുക ആ സമയത്ത്? ഇറ്റ് വിൽ സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ് ദെയർ അല്ലേ. അത് ഇവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ കണ്ട പോലെ ഇത് വൈബ്രേറ്റ് ചെയ്യും. സോ നമ്മൾ മനസ്സിലാക്കണം, വെനെവർ ദ ടെമ്പറേച്ചർ ഓഫ് വൺ പെർട്ടിക്കുലർ മോളിക്യൂൾ ഇസ് ഇൻക്രീസ്, അല്ലെങ്കിൽ അതൊരു എക്സൈറ്റഡ് സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ട്രൈ ടു മൂവ്. പക്ഷേ ഈ ഒരു മോഷനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു മോഷനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ റെസ്ട്രിക്ഷൻ കാരണം അവിടെ ഒരു വൈബ്രേഷൻ ജനറേറ്റ് ചെയ്യും. ഇറ്റ് വിൽ സ്റ്റാർട്ട് എ ന്യൂ വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ കാരണം ഈ എനർജീനെ ഈ പർട്ടിക്കുലർ ആറ്റം അതിന്റെ തൊട്ടടുത്ത മോളിക്യൂൾ, അതിന്റെ ഈ അടുത്ത ആറ്റത്തിലുള്ള അല്ലെങ്കിൽ അടുത്ത മോളിക്യൂളിലോട്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും, റൈറ്റ്? സോ ഇവിടെ നേരെ ഇത് അടുത്ത മോളിക്യൂളിലോട്ട് പോകും, ഇവിടുന്ന് അടുത്ത മോളിക്യൂളിലോട്ട് പോകും. ഫൈനലി ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എവിടെയാണോ ഉള്ളത് ആ ലോവസ്റ്റ് ടെമ്പറേച്ചറിന്റെ സൈഡിലോട്ട് നമ്മുടെ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് കളയും. സോ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നത്. ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു ഹീറ്റ് വരുന്നു. ഒരു ഹീറ്റ് വന്നിട്ട് നേരെ തന്നെ നമ്മുടെ മോളിക്യൂൾസിനെ അറ്റാക്ക് ചെയ്യുന്നു. അത് മൂവ്മെന്റ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നു. ഇത് വൈബ്രേറ്റ് ചെയ്തതിനു ശേഷം ഈ ഹീറ്റിന് അടുത്ത മോളിക്യൂളിലോട്ട് കൊടുക്കുന്നു. ഇൻ സച്ച് എ വേ ഇറ്റ് ഈസ് ട്രാൻസ്ഫറിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വൈബ്രേഷൻ. അങ്ങനെ വൈബ്രേഷൻ വഴി കൊടുത്തിട്ട് കൊളീഷൻ ഓഫ് ദ മോളിക്യൂൾസ് കാരണം എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഫൈനലി ലോവസ്റ്റ് ടെമ്പറേച്ചർ സൈഡിലോട്ട് പോകുന്നു. ഈ ഒരു പർട്ടിക്കുലർ പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ, ഈ ഒരു പർട്ടിക്കുലർ പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ഈ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഹീറ്റ് മോഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഫണ്ടമെന്റലി കണ്ടക്ഷൻ. സോ കണ്ടക്ഷൻ ഇസ് ഒബ്വിയസ്ലി വെരി മച്ച് ഹയർ ഇൻ ദ കേസ് ഓഫ് വാട്ട്? ഏത് ടൈപ്പ് ഓഫ് മാറ്റർ ഓഫ് മെറ്റീരിയൽ ആണ് ഇത് ഉള്ളത്? നമുക്ക് മനസ്സിലാക്കി ഇറ്റ് ഈസ് ഹയസ്റ്റ് ഫോർ സോളിഡ്സ്, ബിക്കോസ് ഇതിലല്ലേ ക്ലോസ്ലി പാക്ഡ് ഉള്ളത്. സോ കണ്ടക്ഷൻ ഇസ് ഒബ്വിയസ്ലി ഹയസ്റ്റ് ഫോർ സോളിഡ്സ്. അതിനേക്കാളും കുറവായിരിക്കും എന്തിന്? ലിക്വിഡ്സ്, ബിക്കോസ് ലിക്വിഡ്സിനായിട്ട് കുറച്ചും കൂടെ ഗ്യാപ്പ് ഉണ്ട്. ഇതിനുശേഷം ഇതിനേക്കാളും കുറവായിരിക്കും എന്തിന്? ഗ്യാസസ്. അതിനേക്കാളും ലീസ്റ്റ് ആയിരിക്കും എന്തിനുള്ളത്? വാക്വം. ഓക്കെ, ഇനി നമ്മളൊന്ന് ഇമാജിൻ ചെയ്തത് നമ്മുടെ കയ്യിൽ ഒരു മെറ്റൽ ഉണ്ട്, ഒരു മെറ്റൽ ട്യൂബ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ മെറ്റൽ ട്യൂബിൽ കൂടെ നമുക്ക് ഈ കണ്ടക്ഷൻ നമുക്ക് വിസിബിളി നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. നമ്മളിപ്പോൾ ഒരു ചൂട് നമ്മളൊരു വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്പൂൺ ഇട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളുമ്പോൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. വി കാൺ സീ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ദെയർ. സോ കണ്ടക്ഷൻ ഈസ് പ്യൂർലി എ മൈക്രോസ്കോപ്പിക് തിങ്. ഇതൊരു മൈക്രോസ്കോപ്പിക് ആണ്, നമുക്കൊരിക്കലും കാണാൻ സാധിക്കുന്നതല്ല. രണ്ടാമത്തെ കാര്യം, കണ്ടക്ഷൻ ഒരു വോളിമെട്രിക് ഫിനോമിനയാണ്. നോക്കി, ഈ ഒരു വോളിയത്തിൽ ത്രൂ ഔട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു. ഒരു വോളിയത്തിൽ കൂടെ ത്രൂ ഔട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു. ഒരു പർട്ടിക്കുലർ സർഫസിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കോൺസ്ട്രക്ട് ചെയ്ത് നിന്ന സാധനമല്ല എന്ത്? കണ്ടക്ഷൻ. സോ കണ്ടക്ഷൻ ഇസ് പ്യൂർലി എ വോളിമെട്രിക് ഫിനോമിനൻ. ഇതിനേക്കാൾ ഉപരി നമുക്ക് ഫൈനലി ഒരു കാര്യം കൂടെ വേണം. ഉറപ്പായിട്ടും ഒരു സെന്റർ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ടാവുകയും വേറൊരു പൊസിഷനിൽ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ടാവുകയാണെങ്കിൽ ദേ വിൽ ക്രിയേറ്റ് എ പൊട്ടൻഷ്യൽ.
ആ ഒരു ടെമ്പറേച്ചർ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ ഹീറ്റ് കണ്ടക്ഷൻ ഉണ്ടാവുകയുള്ളൂ. ക്ലിയർ ആണോ? ഇത് വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. കണ്ടക്ഷൻ ടേക്സ് പ്ലേസ് ഓൺലി ഇഫ് ദർ ഇസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് സംഭവിക്കുകയുള്ളൂ? ഹീറ്റ് കണ്ടക്ഷൻ ഉണ്ടാവുകയുള്ളൂ. റൈറ്റ്? സോ ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് കൺവെക്ഷൻ പഠിക്കാം. കണ്ടക്ഷൻ പോലെ തന്നെയാണ് കൺവെക്ഷൻ. ഇത് വളരെ നിസ്സാരമാണ്, നമുക്ക് വളരെയധികം തെറ്റിപ്പോകുന്നൊരു കോൺസെപ്റ്റ് കൂടിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. കണ്ടക്ഷന് നമ്മൾ എന്താ പറഞ്ഞത്? ദർ വാസ് ആക്ച്വലി വാട്ട്? ദർ വാസ് എ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ ഫിനോമിന ഓഫ് വൈബ്രേഷൻ, അല്ലേ? അവിടെ മോഷനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു. ഇവിടെ അങ്ങനെയല്ല. കണ്ടക്ഷൻ തന്നെ പ്ലസ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് പോസിബിൾ ആണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. ലെറ്റ് us കൺസിഡർ ദിസ് പർട്ടിക്കുലർ തിങ് ആസ് എ ബീക്കർ. ഇതൊരു ബീക്കറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ബീക്കറിലോട്ട് നമ്മളൊരു കോയിൽ കൊടുത്തിട്ടുണ്ട്. ഈ കോയിലിൽ കൂടെ ഞാൻ ഇലക്ട്രിസിറ്റി സപ്ലൈ ആണ് കേട്ടോ. ഇങ്ങനെ അപ്പോൾ ഇലക്ട്രിസിറ്റി ഇതിനകത്തോട് ഇങ്ങനെ പാസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ആകുമ്പോൾ ഒബ്വിയസ്ലി വി നോ ദാറ്റ് ദിസ് ഇസ് എ കോപ്പർ കോയിൽ. അപ്പോൾ അത് കാരണം ഈ ഒരു ഹീറ്റ് അതിന് ജനറേറ്റ് ചെയ്യും. ഒബ്വിയസ്ലി ഇതിന് ടെമ്പറേച്ചർ ഹയർ ആയിരിക്കും. ലെറ്റ് ദിസ് ബി ദ HT, ഹൈ ടെമ്പറേച്ചർ സോൺ. ആൻഡ് ഇവിടെ നമുക്ക് ലോ ടെമ്പറേച്ചർ ഉള്ള വെള്ളം ഞാൻ നിറച്ച് വെച്ചിരിക്കുകയാണ് ഈ ബീക്കറിൽ. ഓക്കെ, ഞാൻ ഈ ഒരു പൊസിഷൻ മാത്രം സൂം ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ കോയിലിൽ കൂടെ പാസ് ചെയ്യുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് കണ്ടക്ഷൻ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് മോളിക്യൂൾസ് എല്ലാം വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്, അല്ലേ? സോ അത് കാരണം ഇവിടെ വൈബ്രേഷൻ എഫക്റ്റ് കാരണമായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഹൗ അബൌട്ട് ദ വാട്ടർ ഹിയർ? ഇതിന് തൊട്ട് വിസിനിറ്റിയിൽ, ഇതിന്റെ ബൗണ്ടറിയിൽ തൊട്ട് വിസിനിറ്റി ഇരിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളത്തിന്റെ മോളിക്യൂൾസ് ഇതുപോലെ ക്ലോസ്ലി പാക്ഡ് ആണോ? അല്ല, ഇറ്റ് ഇസ് ലൂസ്ലി പാക്ഡ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഈ വൈബ്രേഷൻ എനർജി ഇത് നേരെ തന്നെ നമ്മുടെ വെള്ളത്തിന്റെ മോളിക്യൂളിനോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഈ വെള്ളത്തിന്റെ മോളിക്യൂളിന് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലുള്ള പ്രത്യേകത എന്താ അവിടെ സംഭവിക്കുക? ഒന്ന് ആലോചിക്കുക. വെള്ളത്തിന്റെ മോളിക്യൂളിന് ഇതുപോലെ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യോ? ഇല്ല. ദിസ് പർട്ടിക്കുലർ ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂ ടു കണ്ടക്ഷൻ ഫ്രം ദ കോയിൽ എന്ത് സംഭവിക്കും? നമ്മുടെ വാട്ടറിന്റെ മോളിക്യൂൾ ആ ഒരു പർട്ടിക്കുലർ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇത് നേരെ തന്നെ ഇവിടെ നിൽക്കാതെ ഇതിന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനർജി കിട്ടി. ഇത് അവിടെ പിന്നെ നിൽക്കുമോ? ഇല്ല. കുറച്ച് ഫുഡ് കഴിച്ച പോലെയാണ്. ഹി ഗോട്ട് ദ എനർജി, നൗ ഹി ക്യാൻ മൂവ്. ഈ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് നേരെ തന്നെ ഡെൻസിറ്റി പെട്ടെന്ന് തന്നെ, വി നോ ദാറ്റ് ഫണ്ടമെന്റൽ ഐഡിയ. ഒരു മെറ്റീരിയലിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ കൂടിയാൽ അതിന് എന്ത് സംഭവിക്കും? അതിന്റെ ഡെൻസിറ്റി കുറയും. ഇൻ ദ കേസ് ഓഫ് വാട്ടർ ആൻഡ് ഗ്യാസസ്. സോ നമ്മൾ മനസ്സിലാക്കണം, ഗ്യാസസിനൊക്കെ നമുക്ക് കുറച്ചധികം വേരിയേഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ ദെൻ വി ക്യാൻ ജസ്റ്റ് ഇമാജിൻ റൈറ്റ് ഫോർ ദ പർട്ടിക്കുലർ മൂവ്മെന്റ് ദാറ്റ് എന്ത് സംഭവിക്കുന്നു? ഇവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ ഈ മോളിക്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് വിൽ ഗെറ്റ് സം എനർജി. അതിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഡെൻസിറ്റി കുറയുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഇത് നേരെ തന്നെ മുകളിലോട്ട് പോകും ഈ ഒരു മോളിക്യൂൾ. ഓക്കെ, ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോളിക്യൂൾ, ഈ കോയിലിന്റെ വട്ടത്തിൽ ഇതുപോലെ ഓരോരോ മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യും? ഇവിടെ നിൽക്കാതെ ഇവിടെ നേരെ തന്നെ മുകളിലോട്ട് ഹീറ്റ് കിട്ടി മുകളിലോട്ട് പോകും. ഇതിന് മുകളിൽ നേരത്തെ കോൾഡർ ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടായിരുന്നു, അല്ലെ? ഇവിടെ എല്ലാം നമുക്ക് കോൾഡർ മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസിനെ എല്ലാം ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് ഈ ഹോട്ടർ മോളിക്യൂൾസ് മുകളിലോട്ട് പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ കോൾഡർ മോളിക്യൂൾസ് എല്ലാം നേരെ താഴോട്ട് വരും. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് whenever there is a convection, നമ്മുടെ ഹോട്ട് മോളിക്യൂൾസ് എല്ലാം മുകളിലോട്ട് പോവുകയും അതുപോലെ തന്നെ താഴോട്ട് എന്ത് വരും? നമ്മുടെ കോൾഡ് മോളിക്യൂൾസ് എല്ലാം വരും. ഇങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും അവിടെ നടക്കുക? there is a convection current there. നമ്മുടെ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്തത്? ഇലക്ട്രോൺ മൂവ്മെന്റ് ഉള്ള സമയത്ത് ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ കറണ്ട് ട്രാൻസ്ഫർ ഉണ്ടാവുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫണ്ടമെന്റലി +2. ഇതേ കാര്യം തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഹോട്ട് മോളിക്യൂൾസ് മുകളിലോട്ട് പോവുകയും കോൾഡർ മോളിക്യൂൾസ് താഴോട്ട് വരുമ്പോഴും എന്ത് സംഭവിച്ചു? അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഈ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ കറണ്ട്. സോ വളരെ സിമ്പിൾ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയോ? കണ്ടക്ഷൻ പ്ലസ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് പോസിബിൾ ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്? കൺവെക്ഷൻ. അപ്പൊ ആർക്കായിരിക്കും കൂടുതൽ? നമുക്ക് തന്നെ അതിന് പറയാം. ഉറപ്പായിട്ടും സോളിഡ്സിനാണോ? അല്ല. ഏറ്റവും കൂടുതൽ എന്തിനായിരിക്കും? വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ആർക്കാ? ഗ്യാസസിനായിരിക്കും ഏറ്റവും കൂടുതൽ കൺവെക്ഷൻ ഉള്ളത്. പിന്നെ ആർക്കായിരിക്കും? ലിക്വിഡ്സിന്. പിന്നെ ആർക്കായിരിക്കും? സോളിഡ്സിന്. ക്ലിയർ ആവുന്നുണ്ടോ? സോ ദിസ് ഇസ് ദ ബേസിക് ഐഡിയ ഓഫ് കൺവെക്ഷൻ. നമുക്ക് അതിന്റെ തിയറി കാണാം. സി ദിസ് ഇസ് എ കണ്ടക്ഷൻ പ്ലസ് മോഷൻ ഓഫ് ദ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണെന്ത്? കൺവെക്ഷൻ. അറ്റ് ദ ഇമ്മീഡിയറ്റ് ബൗണ്ടറി നമ്മൾ എന്ത് കണ്ടു? ഹീറ്റ് കണ്ടക്ഷൻ ഫ്രം ദ കോയിൽ. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ കോയിൽ വാസ് പ്യൂർലി ഡ്യൂ ടു കണ്ടക്ഷൻ. അത് എന്ത് ചെയ്തു? ഇറ്റ് വാസ് ആക്ച്വലി ഹീറ്റ് ട്രാൻസ്ഫർ. അത് നേരെ തന്നെ തൊട്ട് വിസിനിറ്റിയിലുണ്ടായിരുന്ന ബൗണ്ടറിയിലുണ്ടായിരുന്ന വാട്ടറിനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു ബൈ മീൻസ് ഓഫ് കൺവെക്ഷൻ. അങ്ങനെ കൺവെക്ഷൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഹോട്ടർ ആയിട്ടുള്ള മോളിക്യൂൾസ് എല്ലാം മുകളിലോട്ട് പോവുകയും കോൾഡർ ആയിട്ടുള്ള മോളിക്യൂൾസ് താഴോട്ട് വരികയും ചെയ്തപ്പോൾ അവിടെ എന്തുണ്ടായി? വി ക്രിയേറ്റഡ് എ കറണ്ട് ദെയർ. ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ കറണ്ട്. അപ്പോൾ ഇത് മുകളിലോട്ട് പോകണമെങ്കിൽ ഡെൻസിറ്റി കുറയുമ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ ഇറ്റ് ഗോട്ട് എ പുഷ് ഫ്രം ദ ബോട്ടം സൈഡ്, അല്ലെ? ഈ ഒരു പുഷിനെ വിളിക്കുന്നതാണ് വി കോൾ ഇറ്റ് ആസ് ബോയൻസി എഫക്ട്.
ഓക്കെ, ബോയൻസി എഫക്റ്റ്. സോ ഒരു ബോയൻസി എഫക്റ്റ് പറഞ്ഞാൽ മുകളിലോട്ട് പോവുകയും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കൺവെക്ഷൻ ഉണ്ടാവുന്നത്? യു ടെൽ മീ ദാറ്റ്. യെസ്, ദാറ്റ്സ് റൈറ്റ്, ഇറ്റ്സ് ഫോർ ഗ്യാസസ്. ഗ്യാസസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? ഇറ്റ് വിൽ ബി ഫോർ ലിക്വിഡ്സ്. പിന്നെ ആർക്കായിരിക്കും? സോളിഡ്സ്. ഈ സാധനം നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു ബീക്കറിനകത്ത് വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഓരോരോ മോളിക്യൂൾസ്, ഓരോ ബബിൾസ് ഫോം ചെയ്തിട്ട് ബബിൾസ് മുകളിലോട്ട് വഴുതും താഴോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ വേപ്പർ മോളിക്യൂൾസ് ഫോം ചെയ്യുകയും അത് ബോയിൽ ചെയ്യുമ്പോൾ വേപ്പർ മോളിക്യൂൾസ് ഫോം ചെയ്ത് അത് മുകളിലോട്ട് വരുന്നത് നമുക്ക് കണ്ണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇസ് ഇറ്റ് മൈക്രോസ്കോപ്പിക്? നോ, ഇറ്റ് ഇസ് മാക്രോസ്കോപ്പിക് ഇൻ നേച്ചർ. മനസ്സിലാക്കുക, ഹീറ്റ് കൺവെക്ഷൻ ഇസ് മാക്രോസ്കോപ്പിക് ഇൻ നേച്ചർ. രണ്ടാമത്തെ കേസ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സർഫസിൽ മാത്രമാണോ കൺവെക്ഷൻ ഉണ്ടാവുന്നത്? അല്ല, ഇറ്റ് ഇസ് ഹാപ്പനിങ് ത്രൂ ഔട്ട് ദ വോളിയം. ഒരു വോളിയത്തിൽ മൊത്തത്തിൽ ഉണ്ടാകുന്ന സാധനമാണ്. സോ ഇറ്റ്സ് എ വോളിമെട്രിക് ഫിനോമിനൻ. മനസ്സിലാക്കണം, ഇറ്റ്സ് എ വോളിമെട്രിക് ഫിനോമിനൻ. ഫൈനലി, ഹീറ്റ് ഉണ്ടായാൽ മാത്രമല്ലേ, അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ റൈസ് ഉണ്ടായാൽ മാത്രമല്ലേ അവിടെ കൺവെക്ഷൻ ഉണ്ടാവുന്നുള്ളൂ? യെസ്, ദാറ്റ്സ് റൈറ്റ്. സോ നമ്മൾ മനസ്സിലാക്കണം, ഓൺലി ഇഫ് ദർ ഇസ് ടെമ്പറേച്ചർ ഡിഫറൻസ് അവിടെ എന്തുണ്ടാവുള്ളൂ? ദർ വിൽ ബി കൺവെക്ഷൻ. അതർവൈസ് എന്തുണ്ടാവില്ല? ദർ വോണ്ട് ബി കൺവെക്ഷൻ. സോ ഒരു ഫൈനൈറ്റ് ഡിഫറൻസ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള ഒരു പൊസിഷനിൽ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? ദർ വിൽ ബി കൺവെക്ഷൻ. ഫൈനലി വി ആർ ഗോയിങ് ടു ദ റേഡിയേഷൻ. റേഡിയേഷൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കോൺസെപ്റ്റ് വെച്ച് പഠിക്കാം. എനി ബോഡി, ഏത് ബോഡി ഈ ഭൂമിയിൽ എടുത്താലും, if it is above absolute 0 Kelvin, it will generate radiation. ഓക്കെ, എന്നാണ് ഇപ്പൊ പറഞ്ഞത്? വാട്ട് ഇസ് അബ്സല്യൂട്ട് 0 കെൽവിൻ? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി കാര്യം കഴിഞ്ഞു. നമ്മൾ ഈ അബ്സല്യൂട്ട് 0 കെൽവിൻ പണ്ട് ബിടെക് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ദിസ് വാസ് -273.15 കെൽവിൻ. ഓക്കെ, ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് 0 എന്നൊക്കെ വിളിക്കും. ഇത് എന്തായിരുന്നു സംഭവം എന്ന് മനസ്സിലാക്കിയ ബാക്കി എല്ലാ പരിപാടിയും തീർന്നു. എന്താണ് ഈ absolute 0? There is some point known as absolute 0 in the pressure and temperature table. This is particular point at which there is utter peace. Okay, utter peace എന്ന് ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കുക. ഇറ്റ് ഇസ് പീസ്, PEAC. ഇതെന്തായിരിക്കും അട്ടർ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബേസിക്കലി വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. ദർ ഇസ് നോ മൂവ്മെന്റ് ഫോർ മീ. ഞാൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന ഒരു ലൊക്കേഷൻ, എനിക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇല്ല. ഐ എം നോട്ട് ഹാവിങ് എൻ എനർജി ടു റിലീസ് ഓർ ഗെറ്റ് ഇൻ ടു ഇറ്റ്. എനിക്കൊരു എനർജി കിട്ടാനോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താനോ ഉള്ള സാധ്യത ഇല്ലാത്തൊരു പൊസിഷൻ, ഇങ്ങനൊരു പൊസിഷൻ നമുക്കുണ്ട്. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി അറ്റ് -273.15 കെൽവിൻ. ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ്റെ അകത്ത് നമുക്ക് അട്ടർ പീസ് ആയിരിക്കും. ദർ വോണ്ട് ബി എനി മൂവ്മെന്റ്. ഒരു റെസ്റ്റ്ലെസ്നെസ് ഇല്ല. എല്ലാ മോളിക്യൂൾസും വളരെ റെസ്റ്റിൽ അനങ്ങാതെ നിൽക്കുന്ന ഒരു പൊസിഷൻ. ദർ ഇസ് നോ എനർജി ട്രാൻസ്ഫർ. ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? റേഡിയേഷൻ ഉണ്ടാവില്ല. എന്നാൽ അതിന്റെ തൊട്ട് മുകളിൽ കയറിയ ഒരു തുള്ളി പൊടിക്ക് എനർജി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ അത് എന്തായി മാറും? വി മസ്റ്റ് നോ അത് എന്തായി മാറും? ഇറ്റ് വിൽ ജനറേറ്റ് ഹീറ്റ്. അപ്പോൾ മനസ്സിലാക്കണം, അബ്സല്യൂട്ട് 0 കെൽവിൻ എന്നൊരു പോയിന്റ് ഉണ്ട്. അവിടെ ഒരു സാച്ചുറേറ്റഡ് പൊസിഷൻ, അവിടെ പ്രത്യേകിച്ച് വേറെ ഒരു മൂവ്മെന്റും ഇല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഏത് പോയിന്റ് എടുത്താൽ പോലും അവിടെ എന്തുണ്ടാവും? ദർ വിൽ ബി സം കൈൻഡ് ഓഫ് ഹീറ്റ് ദെയർ. അങ്ങനെ ഒരു ഹീറ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ ഒരു ഹീറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഹ്യൂമൻ ബോഡി എടുക്കാം വളരെ എളുപ്പത്തിൽ. നമ്മൾ ഫോണിനകത്ത് റേഡിയേഷൻ ഒക്കെ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. വി ക്യാൻ ലീവ് ഇറ്റ്. ആ ഒരു എക്സാമ്പിൾ വേണ്ട, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പനി ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഹി ഹാസ് എ ഫീവർ. നമുക്ക് ഫീവർ ഇല്ല. ഒരു ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ പറയുന്നത് 36.7 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ഇറ്റ്സ് ആഷ്റേ സ്റ്റാൻഡേർഡ് ആണ്. ആഷ്റേ സ്റ്റാൻഡേർഡ് അമേരിക്കൻ സൊസൈറ്റി ഫോർ ഹീറ്റ് റെഫ്രിജറേറ്റർ എയർ കണ്ടീഷനിങ് നമുക്ക് തരുന്നൊരു സ്റ്റാൻഡേർഡ് ആണ്. ലീവ് ദോസ് തിങ്സ്. ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഇതാണ്. പനി വരുന്ന സമയത്ത് ഇതൊരു 38 ഡിഗ്രി സെൽഷ്യസ് എത്തിയെന്നിരിക്കട്ടെ. ചുമ്മാ അങ്ങ് പറയുവാണ്. ഓക്കെ, 30 ഡിഗ്രി സെൽഷ്യസ് എത്തിയിരിക്കട്ടെ. ഞാൻ എന്താ പറഞ്ഞേ? ഇതിനകത്ത് ബേസിക്കലി ഒരു ബോഡിക്ക് ടെമ്പറേച്ചർ ഡിഫറൻസിന് ആവശ്യമില്ല. ഏതൊരു ബോഡി എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? റേഡിയേഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി പനിയുള്ള ആളെ മാത്രം എടുക്കാം. ഇയാളെ മാത്രം നോക്കി. ഇയാളുടെ ടെമ്പറേച്ചർ എത്ര? 38 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ എന്ന് പറഞ്ഞ ലോ ഉണ്ട്. ഇത് പ്രകാരം ഇവിടുത്തെ ടോട്ടൽ എമിസിവിറ്റി, അല്ലെങ്കിൽ അതൊക്കെ വിട്ടേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് എടുത്തോ. ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ റേസ്ഡ് ടു 4 എന്നാണ് പറയുന്നത്. അപ്പോൾ 38 ഡിഗ്രിയുടെ +273 കെൽവിൻ എടുത്താൽ ഇതിന്റെ ഏകദേശം പവർ റേസ് ടു 4 എടുത്താൽ ഇത്രത്തോളം ഹീറ്റ് ആയിരിക്കും ഈ പുള്ളിക്കാരൻ പനിയുള്ള ആൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പനിയില്ലാത്ത ആൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ഇയാളെ മാത്രം നോക്കി, പനിയില്ലാത്ത ആൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 36.7 ഡിഗ്രി സെൽഷ്യസിന്റെ കറസ്പോണ്ട് ചെയ്ത്. സോ 36.7 + 273 കെൽവിൻ എടുത്താൽ ഇതിന്റെ പവർ റേസ് ടു 4 എടുക്കുന്ന ഹീറ്റ് ആയിരിക്കും ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് ഹീറ്റും വെച്ച് ആലോചിക്കുക, ഈ പുള്ളിക്കാരന്റെ ഹീറ്റ് ആണോ കൂടുതൽ, പനിയുള്ള ആളുടെ ആണോ കൂടുതൽ, പനി ഇല്ലാത്ത ആളുടെയാണോ കൂടുതൽ? ഉറപ്പായിട്ടും പനിയുള്ള ആളുടെ ആയിരിക്കുമല്ലോ കൂടുതൽ. അപ്പൊ പനിയുള്ള ആൾ എന്ത് ചെയ്യും? ഹീറ്റ് അങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യും. ഈ പനി ഇല്ലാത്ത ആളും ഹീറ്റ് അങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യും. പക്ഷെ ആർക്കാ പവർ കൂടുതൽ? ഈ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പനിയുള്ള ആളല്ലേ. ഈ പുള്ളിക്കാരൻ ജനറേറ്റ് ചെയ്യുന്ന റേഡിയേഷൻ നെറ്റ് എഫക്റ്റ് ആയിട്ട് ഈ പുള്ളിക്കാരൻ എഫക്റ്റ് ചെയ്യും പനിയില്ലാത്ത ആൾക്ക്.
മനസ്സിലായത്. അതായത് ഇവിടുന്ന് ഈ പുള്ളിക്കാരൻ ചിലപ്പോൾ 10 ജൂളാണ് കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് അവിടുന്ന് പുള്ളിക്കാരൻ എന്ത് ചെയ്യും 14 ജൂൾ കൊടുക്കുമ്പോൾ നെറ്റ് എഫക്റ്റിൽ 4 ജൂള് ഈ പുള്ളിക്കാരന് ഹീറ്റ് പുള്ളിക്കാരൻ്റെ ശരീരത്തെ എഫക്ട് ചെയ്യും. ദിസ് ഈസ് എ ഫണ്ടമെന്റൽ ഐഡിയ ഓഫ് റേഡിയേഷൻ. അപ്പോൾ റേഡിയേഷൻ്റെ ഒരു ഫണ്ടമെന്റൽ ഐഡിയ മനസ്സിലാക്കാം. റേഡിയേഷൻ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിന് ആവശ്യമില്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ. അതിന് എന്ത് ചെയ്താൽ മതി, അതിന് ജസ്റ്റ് ഒരു പർട്ടിക്കുലർ ബോഡിക്ക് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അത് തന്നെ എന്ത് ചെയ്യും, ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവാണെങ്കിൽ ആ ഹീറ്റാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത്. ഇത് നമ്മുടെ സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് അടുത്ത എക്സാമ്പിൾ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ കയ്യിൽ ഉപയോഗിച്ചിരിക്കുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ ടെമ്പറേച്ചർ ചിലപ്പോൾ നമ്മൾ രാവിലെ എടുക്കുമ്പോൾ ചാർജ് ഒക്കെ കുറവാണോ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ആയിരിക്കും. ഈ സമയത്ത് നമ്മുടെ കൈ പൊള്ളുകയില്ല. എന്നാൽ നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനൊന്ന് ഫോൺ എടുത്ത് നോക്കിയാൽ കൈ പൊള്ളിയിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? ഫോൺ റേഡിയേറ്റ് ചെയ്യും കൂടുതൽ ഹീറ്റ്. നമ്മുടെ കൈ കൂടുതൽ ഹീറ്റ് റേഡിയേറ്റ് ചെയ്യോ? ഇല്ല. ആ ചൂടാണ് നമുക്ക് എഫക്ട് ചെയ്യുന്നത്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ആർ നോട്ട് റേഡിയേറ്റിംഗ് ഹീറ്റ്, യു ആർ ഓൾസോ റേഡിയേറ്റിംഗ് ഹീറ്റ്, ബട്ട് ദ ഫോൺ ഇസ് ആക്ച്വലി ക്രിയേറ്റിംഗ് മോർ ഹീറ്റ് ആൻഡ് ദാറ്റ് ഹീറ്റ് ഇസ് ട്രാൻസ്ഫർ ടു യുവർ ഹാൻഡ്. ഈ ചൂടാണ് നിങ്ങളുടെ കൈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊരു ചൂട് ട്രാൻസ്ഫർ ആണ് നമുക്ക് മനസ്സിലായി. പക്ഷെ അത് എങ്ങനെ സംഭവിക്കുന്നത്? വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കോൺസെപ്റ്റ്. ഇവിടെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹീറ്റ് ഒരു ബോഡിക്ക് ഉണ്ടാവുമെങ്കിൽ ഈ ഹീറ്റ് ആ ബോഡിയിൽ നിന്നും പുറത്തോട്ട് ടു ദ എൻവയൺമെന്റ് കൊടുക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ കാണിക്കണം, എൻ്റെ കയ്യിൽ നല്ല ചൂടാന്നിരിക്കട്ടെ, എൻ്റെ കയ്യിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു മോളിക്യൂള് ഹീറ്റ് ഇവിടുന്ന് ചാടി പുറത്ത് വന്നാൽ ദിസ് വിൽ ബി എ പാക്കറ്റ്. ഈ പാക്കറ്റിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അടുത്ത ബോഡിയിൽ ചെന്ന് മുട്ടുമ്പോൾ, എൻ്റെ അടുത്ത കൈ ഇവിടെ ഇരിക്കുകയാണ്, ഈ ബോഡി വന്ന് മുട്ടുമ്പോൾ ഇത് സർഫസിൽ എത്തിക്കഴിയുമ്പോൾ അത് കണ്ടക്ഷനായി മാറുന്നു. സോ എൻ്റെ കൈയുടെ ഉള്ളിൽ നിന്നും അത് കണ്ടക്ഷൻ വഴി വന്ന് ഈ സ്പേസിൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയി വന്ന് വീണ്ടും എൻ്റെ കയ്യിൽ കയറുമ്പോൾ അത് കണ്ടക്ഷനായി മാറുന്നു. സോ സ്പേസിലാണ് എന്ത് സംഭവിക്കുന്നത്? റേഡിയേഷൻ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പേസ് ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ മോളിക്യൂൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ മോളിക്യൂൾസ് ഇല്ലാത്ത സ്ഥലം ഏതാ? ഇറ്റ് ഈസ് ഇൻ ദ വാക്വം. സോ വാക്വമിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുന്നത്? റേഡിയേഷൻ ഉണ്ടാവുന്നത്. പിന്നെ ഗ്യാസസ് ആണെങ്കിലും കുറച്ച് മോളിക്യൂളേ ഉള്ളൂ, ലൂസ്ലി പാക്കഡാണ്, കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ഗ്യാസസ് ആണ്. പിന്നെ ആരായിരിക്കും? ലിക്വിഡ്സ് ആണ്. പിന്നെ ആരായിരിക്കും? സോളിഡ്സ് ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് കേസാണ്, ഇത് നമുക്ക് കാണാൻ സാധിക്കുമോ? യെസ്, റേഡിയേഷൻ നമുക്ക് കാണാൻ സാധിക്കും. only if it is in the range of visible range. അതായത് നമുക്കൊരു വേവ് ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ലാംഡ-ടി എന്നൊരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് വാസ് ഗിവൺ ബൈ 2898 എന്നൊക്കെ പറഞ്ഞ കോൺസ്റ്റന്റ് ഉണ്ട്. ദാറ്റ് വിൽ ബി ഡീലിംഗ് വിത്ത് ലേറ്റർ. ഇറ്റ്സ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ വിത്ത് വിച്ച് വി ഹാവ് ഫൗണ്ട് ഔട്ട് ദ ടെമ്പറേച്ചർ ഓഫ് സൺ. സൂര്യനിൽ പോയിട്ട് ആരും ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് വേവ് ലെങ്ത് ഓഫ് ദ സണ്ണിന്റെ നോക്കിയിട്ടാണ്, സൺറൈസിനെ നോക്കിയിട്ടാണ് ടെമ്പറേച്ചർ പറഞ്ഞിരിക്കുന്നത് 5600 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. വി വിൽ ലീവ് ഇറ്റ് ഫോർ എ പർട്ടിക്കുലർ മൊമെന്റ്. ഇപ്പോൾ മനസ്സിലാക്കണം, റേഡിയേഷൻ മൈക്രോസ്കോപ്പിക് ആണോ മൈക്രോസ്കോപ്പി എന്നാൽ കണ്ണി കാണണം. സോ ദർ ഇസ് എ വിസിബിൾ റേഞ്ച് സ്പെക്ട്രം. ആ വിസിബിൾ റേഞ്ച് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ 0.4 മുതൽ 0.9 മൈക്രോമീറ്റർ വരെയുള്ള റീജിയനിൽ നമുക്ക് റേഡിയേഷനെ കാണാൻ സാധിക്കും. ഓക്കെ, സോ വിസിബിൾ റീജിയത്തിൽ സ്പെക്ട്രത്തിനുള്ളിൽ നമ്മുടെ റേഡിയേഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എത്തിയാൽ നമുക്കതിനെ കാണാൻ സാധിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റേഡിയേഷൻ ഒരു സർഫസ് ഫിനോമിനയാണ്. ഏതിൻ്റെ കേസിൽ? സോളിഡ്സിൻ്റെ കേസിൽ. ഒരു സോളിഡ് നമ്മൾ എടുത്താൽ, ഇങ്ങനെ നമ്മൾ സോളിഡ് എടുത്താൽ ആ സോളിഡ് ബോഡിയിൽ വന്ന് ഇറാഡിയേറ്റ് ചെയ്യും റേഡിയേഷൻ. എന്നിട്ട് അതിൽ ഇടിച്ചതിന് ശേഷം കുറച്ച് പോർഷൻ എന്ത് ചെയ്യും? അതിനകത്ത് അബ്സോർബ് ആകും, ബാക്കി റിമൈനിങ് റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. സോ അങ്ങനത്തെ സർഫസിൽ അബ്സോർബ് ചെയ്താലും അധികം അബ്സോർപ്ഷൻ ഉണ്ടാവാത്ത ഒരു സാധനം. ഫോർ എക്സാമ്പിൾ ലെറ്റ് us take a വൈറ്റ് ബോഡി. ഒരു വൈറ്റ് ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിൽ അബ്സോർപ്ഷൻ ഉണ്ടാവില്ല, അത് ഫുള്ളി എന്ത് ചെയ്യും? അത് ഫുള്ളി റിഫ്ലക്ട് ചെയ്ത് കളയും. അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കളയുന്ന ഒരു സാധനമാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ദെയർ വോണ്ട് ബി എനി ഹീറ്റ് അബ്സോർപ്ഷൻ ടുവേർഡ്സ് എ വോളിമെട്രിക് ഫിനോമിന. അതിൻ്റെ ഉള്ളിലോട്ട് വലിക്കില്ല. അങ്ങനെയുള്ള കേസിൽ മാത്രം റേഡിയേഷൻ സർഫസ് ഫിനോമിനയാണ്. അല്ലാത്ത എല്ലാ കേസിലും ഇഫ് ഇറ്റ്സ് എ ലിക്വിഡ് ആൻഡ് എ ഗ്യാസ്, അതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ വോളിമെട്രിക് ഫിനോമിനൻ. സോ ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഐഡിയ ബിറ്റ്വീൻ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് വെരി വെൽ. താങ്ക് യു ഫോർ ജോയിനിങ്.